ഞാൻ വളരെ അവിചാരിതമായി ഞാൻ പോലും അറിയാതെ രാഷ്ട്രീയത്തിൽ എത്തിപ്പെട്ടു പോയ ഒരാളാണ്. ശരിക്കും അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളത്. അതിന് എനിക്ക് തോന്നുന്നത് 65-ൽ SSLC പരീക്ഷയുടെ ഏതാണ്ട് ഒരു മാസം മുമ്പ് മറ്റാണ്, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഒരു ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു. ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട നാളുകളിലാണ് ഞങ്ങളൊരു 3-4 പേരും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സൈക്കിളിൽ ഒരാൾ വരിക. അദ്ദേഹം അന്ന് സൈക്കിളിൽ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, നീ ജയൻ്റെ അനന്തരമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ ആണെന്ന് പറഞ്ഞു. എന്നാൽ വന്നിട്ട് കൂട്ടുകാരെയൊക്കെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നെയും 4 പേരുണ്ടായിരുന്നു, 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങളെയും കൂട്ടി വന്നിട്ട് നിങ്ങൾ ഈ നോട്ടീസ് ഒന്ന് എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് നോട്ടീസാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത് ആരാണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. പിന്നെയാണ് പറഞ്ഞത് ഇത് KC വാമദേവൻ ആണ്. 65-ലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നോട്ടീസാണ്. ആ പാർട്ടി അവിടെ നിന്നും അങ്ങോട്ട് പാർട്ടിക്കാരൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഒരു പരീക്ഷയാണ്, ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല. നിങ്ങൾ 5-6 പേരോട് വെറുതെ നിൽക്കുകയല്ലേ, കൊണ്ട് കൊടുത്തിട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെ ഒരു 8-10 വീടുകളിൽ കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോയി. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ വാമദേവനാണ്. അപ്പോഴേക്കും ഇദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചു, പരാജയപ്പെട്ടു. ആ അസംബ്ലി ചേർന്നില്ല, ആർക്കും ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് പിരിച്ചുവിട്ട ഒരു 65-ലെ തിരഞ്ഞെടുപ്പ്. അപ്പോഴേക്കും ഈ ക്ഷേത്ര ജീവനക്കാരുടെ ഒരു സംഘടന ഉണ്ടായി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ എന്ന് മറ്റു പറഞ്ഞിട്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ നേരെ എതിരെ ശ്രീകണ്ഠേശ്വരത്ത് ഒരു ഓഫീസ് തുറന്നവർ, അതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അദ്ദേഹം വന്നത്. അതിവനെ ഓരോരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ജൂലി വേണം, കസേര വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടുത്തെ താക്കോല് നിത്യം അവിടെ ഏൽപ്പിക്കും. അപ്പോൾ ഞാൻ ഈ വൈകുന്നേരങ്ങളിൽ പത്രം വായിക്കാനാണ് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലൊന്നും പത്രം വരുത്തുന്നൊന്നുമില്ല. കേരള കൗമുദി അവിടെ വരും. കേരള കൗമുദി വായിക്കാൻ വേണ്ടി ഈ ഓഫീസ് തുറന്ന് അവിടെ ഇരിക്കും ഞാൻ. അങ്ങനെ ക്രമേണ അപ്പം ഇയാൾ വാമദേവൻ ജനറൽ സെക്രട്ടറിയും TK ദിവാകരൻ പ്രസിഡൻറ്റുമായിരുന്നു. വലിയ യൂണിയനായിരുന്നു അത് പിന്നെ പിൽക്കാലത്ത്. അപ്പോൾ അവിടെ എല്ലാ നേതാക്കളും വരും. TK വരും, ശ്രീകണ്ഠൻ ചേട്ടൻ വരും, കുമാരമുള്ള ചേട്ടൻ വരും, ചെങ്ങാരപ്പള്ളി ദാമോദരൻ പറ്റി, പ്രാക്കുളം ബാസി, അങ്ങനെ അവരൊക്കെ ഒരുപാടായിട്ടൊരു അടുത്ത ബന്ധമായി. തൊട്ടടുത്ത വീടായതുകൊണ്ട് അവരെല്ലാം കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വരിക. അങ്ങനെ ഒരു സൗഹൃദം ആ കാലത്തുണ്ടായിരുന്നു, നല്ല അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ താക്കോല് സൂക്ഷിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ വീട്ടിലാണ്. വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ എന്നെക്കൊണ്ട് അവർ സർക്കുലർ എഴുതിപ്പിക്കും, ചില കത്തുകളൊക്കെ എഴുതിപ്പിക്കും. അങ്ങനെ ഞാൻ പോലും അറിയാതെ അതിൻ്റെ ഒരു പ്രവർത്തകനോ അനുഭാവിയോ ഒക്കെ ആയി മാറി. സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി ജീവിതത്തിൽ PSUവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, തെക്കാട്ട് രാജേന്ദ്രൻ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് PSUവിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ് PYFൻ്റെ ജനറൽ സെക്രട്ടറി ആയി. അങ്ങനെ ഞാൻ പോലും അറിയാതെ ഒരു യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയാണ്. സജീവമായി എല്ലാം അറിഞ്ഞും നല്ല ബോധത്തോടെ തുടങ്ങുന്നത് പിന്നെ എമർജൻസിക്ക് ശേഷമുള്ള ഇലക്ഷനിലാണ്. എമർജൻസിക്ക് ശേഷമുള്ള ഇലക്ഷനിലും പങ്കജാക്ഷം അതിനു മുമ്പ് 70-ൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടായി. അപ്പോഴും ഞാൻ ഈ മൈക്ക് കോർണർ അനൗൺസ്മെൻറ്റും കോർണർ മീറ്റിങ്ങും, ഈ മൈക്കിലെ ഉച്ചഭാഷണെ കൊണ്ട് നിർത്തി ജംഗ്ഷനിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അന്ന് പങ്കജാക്ഷൻ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടും പെരുന്താനി സോമൻ നായർ എന്ന് പറഞ്ഞൊരു CPM നേതാവ്, അദ്ദേഹം CPM സ്ഥാനാർത്ഥിയായിട്ടും, അവസാനമായിട്ട് CPM സ്ഥാനാർത്ഥിയോട്ട് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അപ്പോഴാണ്, പിന്നെ മത്സരിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ സജീവമായത്. പിന്നെ ഒരു മാറ്റം ആ രാഷ്ട്രീയത്തിലുണ്ടായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചല്ലോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പം പറയുന്ന ആശയങ്ങളോടും ആദർശങ്ങളോടും ഒട്ടും പൊരുത്തമില്ലാത്ത ആ അടിയന്തരാവസ്ഥയെ പിന്താങ്ങി RSP. അത് മാത്രമല്ല കാര്യം, അന്ന് RSP പിന്താങ്ങിയില്ലെന്നുള്ളതല്ല. പക്ഷേ ആ അടിയന്തരാവസ്ഥക്കാലത്ത് പല വാർത്തകളും നമുക്ക് ആർക്കും അറിയാൻ പാടില്ലായിരുന്ന സമയത്ത് ആരെന്നോ എന്തെന്നോ ആ കാലത്ത് എനിക്ക് അറിയാമായിരുന്നില്ല. എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും എനിക്കൊരു ലഘുലേഖ കിട്ടുമായിരുന്നു, കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വീട്ടിൻ്റെ അകത്തൂടെ ഇടും. അത് എങ്ങനെയാണ് എനിക്ക് കിട്ടാൻ കാര്യമെന്ന്, അല്ലെങ്കിൽ എന്നെ എന്തിനു തേടിപ്പിടിച്ചാൽ തന്നു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ആ ലഘുലേഖ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ആ ലഘുലേഖ ഇന്ത്യയിൽ നടക്കുന്ന ഈ വാർത്തകൾ, പത്രങ്ങൾ, മാധ്യമങ്ങൾ മൂടി വയ്ക്കുന്ന വാർത്തകളെല്ലാം വളരെ അതിനകത്ത് വരും. സത്യസന്ധമാണെന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകൾ, പിൽക്കാലത്തൊക്കെ സത്യമാണ് തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അതിക്രമങ്ങൾ, ഈവൻ കേരളത്തിൽ നടന്നതുപോലും മറ്റ് പരസ്യമായി മറ്റ് പല മാധ്യമങ്ങളിൽ കൂടെ അറിയുന്നില്ലെങ്കിൽ ഞാനിതൊക്കെ അറിയുന്നുണ്ടായിരുന്നു ഈ കുരുക്ഷേത്ര വഴി. അപ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഒരു കുറ്റബോധവും ഒരു അമർഷവും, ഈ അടിയന്തരാവസ്ഥയാണല്ലോ നമ്മൾ പിന്താങ്ങുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ആഭ്യന്തര വകുപ്പിനെയാണല്ലോ നമ്മൾ പിന്തുണയ്ക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് വിട്ട് ഞാൻ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചു. അന്ന് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു വീണു നാഗവള്ളിയും ബാലേന്ദ്ര മേനോനൊക്കെ. അന്ന് മേനോൻ ഈ ഗീത്തോട്ടലിൽ ഒരു മുറി, അവിടെയായിരുന്നു സിനിമാ പ്രവർത്തനം.
അപ്പോൾ ഞാൻ എല്ലാ ദിവസങ്ങളിലും അവിടെ പോകും, ഞങ്ങളൊന്നിച്ച് കൂടും. ആ ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ പഴശ്ശി ജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വയനാട്ടിൽ നിന്ന് തിരിച്ച് വരുന്നു, ഒരു ജ്യോതിയായിട്ട് വരുന്നു, ഒരു യാത്ര. RSS ആയിരുന്നു അതിൻ്റെ സംഘാടകർ. MKK നായർ ചെയർമാനാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ആലോചനാ മീറ്റിങ്ങിൽ എന്നെ വന്ന് ക്ഷണിച്ചു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പാച്ചല്ലൂർ പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ട് RSSൻ്റെ അന്നത്തെ എന്തോ കാര്യവാഹോ അങ്ങനെ ആരുമായിരുന്നു അദ്ദേഹം വന്ന് ക്ഷണിച്ചു. ഞാൻ ആ മീറ്റിങ്ങിൽ പോയി. അപ്പോൾ തിരുവനന്തപുരത്ത് ചടങ്ങ് അവസാന സമാപന ചടങ്ങ് സംഘടിപ്പിക്കുന്ന സ്വാഗത സംഘത്തിൻ്റെ വൈസ് ചെയർമാനോ അങ്ങനെ എന്തോ ആയിട്ട് എന്നെയും കൂടെ വെച്ചു. അത് കഴിഞ്ഞു. ഞാൻ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ പിൽക്കാലത്ത് അവർ നിരന്തരം എല്ലാ പരിപാടികൾക്കും ഇങ്ങനെ വിളിക്കുകയും ഒരടുപ്പം വരികയൊക്കെ ചെയ്തു. അത് ആദ്യം ഞാൻ RSSുമായിട്ടാണ് ആ അടുപ്പം വന്നത്. പിന്നെയാണ് അവിടെ ഹിന്ദു മുന്നണി ഉണ്ടായി. അതിൻ്റെ കൺവീനർ എന്ന് പറഞ്ഞ് എന്നെ വെച്ചു. കഴിഞ്ഞ പിന്നെ BJPയിൽ സജീവമായി. ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ, തുർക്കമാൻഗേറ്റിലുണ്ടായതും മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന അതിക്രമങ്ങളും കേരളത്തിൽ തന്നെ ഉണ്ടാകും. ഈ വർക്കല വിജയനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അറിഞ്ഞ പല കാര്യങ്ങളും ആ സമയത്ത് തന്നെ ഈ ലെവലേക്ക് വഴി ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അന്ന സമയം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിച്ച് കുരുക്ഷേത്രം കൊണ്ടുപോയ ആളിനെ പിടിച്ചു, പോലീസ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇത് വെളി കാണിക്കാനും വയ്യ, ആരോടും പറയാനും വയ്യ. അങ്ങനെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ചില ലക്കങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ. അതാരാണ് ഇടുന്നതെന്ന് വളരെ കാലം കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ വീട്ടിൽ ഇത് എത്തിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ അയാളൊരു 4-5 എണ്ണം ഓരോരുത്തരെ അവർ ഏൽപ്പിക്കുമായിരുന്നു അത്രേ. അങ്ങനെ ഒരു സംഘ കൃഷ്ണറി ഉണ്ടായിരുന്നു ആൾക്കാന്ന്. അതാണ് ശരിക്കും ഒരു മാറ്റത്തിൻ്റെ എന്നെ പ്രേരിപ്പിച്ചത്.